നമസ്കാരം. ദൂരദർശന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നത്തെ ആരോഗ്യ ഭാരത പരിപാടിയിലേക്ക് സ്വാഗതം. മദ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തെളിഞ്ഞു വരുന്നത് കരളും കരൾ രോഗങ്ങളുമാണ്. ഒരു പരിധിവരെ അത് ശരിയുമാണ്. എന്നാൽ കരളിനെ കൂടാതെ നമ്മുടെ ശരീരത്തിലെ മറ്റു അവയവങ്ങളെയും മദ്യം തകരാറിലാക്കുമെന്ന് അധികം പേർക്കും അറിഞ്ഞുകൂടാ. ഇന്ന് ആരോഗ്യ ഭാരതത്തിൽ നാം സംസാരിക്കുന്നത് കരൾ രോഗങ്ങളെ കുറിച്ചിട്ടാണ്. ഈ വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ സംസാരിക്കാനിടെ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഗ്യാസ്ട്രോഎൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷാനിദ് സത്താറാണ്. ഡോക്ടർ, നമുക്ക് ആരോഗ്യ ഭാരത പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ എന്താണ് മദ്യമെന്നും ഏതെല്ലാം പാനീയങ്ങളെയാണ് നമുക്ക് മദ്യം എന്ന ഒരു കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളതും നമുക്ക് പലർക്കും അറിഞ്ഞുകൂടാ. അപ്പം എന്താണ് മദ്യമെന്നും അതിന്റെ ആ ഒരു കാറ്റഗറൈസ് ചെയ്തൊന്ന് പറയാൻ സാധിക്കണം? അതായത് മദ്യപാനം നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതശൈലിയുള്ള വ്യത്യാസമാണ് കൂടുതൽ മദ്യപാനം കൂടുന്നതായിട്ട് കാരണമായിട്ട് നമ്മൾ സ്റ്റഡീസ് തെളിയിക്കുന്നത്. അതായത് മദ്യം എന്ന് പറയുന്നത് ആൽക്കഹോൾ കണ്ടന്റുള്ള എല്ലാ പാനീയങ്ങളും മദ്യമായിട്ടാണ് കണക്കാക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും അതിന്റെ ശരാശരി, അതായത് തോതിലുള്ള വ്യത്യാസമാണ് പ്രധാനം. അതിൽ ഏറ്റവും കൂടുതൽ മദ്യം ആൽക്കഹോൾ കണ്ടന്റുള്ള പാനീയങ്ങൾ എന്ന് പറയുന്നത് ബ്രാൻഡി, വിസ്കി, വോഡ്ക എന്നീ അത് 40% മദ്യത്തിന്റെ അളവ് ആൽക്കഹോൾ ഉണ്ട്. അത് വളരെ കുറവായിട്ടുള്ള കണ്ടന്റ് ഉള്ളതാണ് ബിയർ, വൈൻ എന്നീ പാനീയം. ഇത് ഏകദേശം 4 to 10% മാത്രമാണ് ഉള്ളത്. എന്നാൽ സമൂഹത്തിൽ ചില വിദ്യാധാരണങ്ങളുണ്ട്. ബിയർ, വൈൻ എന്നിവ മദ്യം അല്ല എന്നുള്ളത് വിദ്യാധാരണമുണ്ട്. അത് ശരിയല്ല. ഈ ബിയറും വൈനും കഴിക്കുന്നതുകൊണ്ട് കരൾ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം മദ്യപാനം കരൾ രോഗങ്ങളുടെ ഒരു സാധാരണ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണെന്ന് പറയുകയുണ്ടായി. അപ്പൊ ഇന്ന് നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ ആ കരളിനെ ബാധിക്കുന്ന പ്രധാന കരൾ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കൂടുതൽ കാണപ്പെടുന്നത് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന മദ്യപാനം കൊണ്ടുള്ള കരൾ രോഗങ്ങളാണ്. ഇത് കൂടാതെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൊണ്ടുണ്ടാകുന്ന കരൾ രോഗങ്ങൾ കാണപ്പെടുന്നത്. അതായത് രണ്ടുതരം ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ജലജന്യ രോഗങ്ങൾ, അതായത് ഫുഡ് ആൻഡ് വാട്ടർ ബോൺ ഡിസീസ് എന്ന് പറയും. അത് ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും വരുന്ന രോഗങ്ങൾ. ഇത് ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ഇ, വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ഇ എന്ന വൈറസ് കൊണ്ടുണ്ടാകുന്നതാണ്. ഇത് കൂടാതെ ബ്ലഡിൽ കൂടെ രക്തത്തിൽ കൂടെ വരുന്ന രോഗങ്ങൾ, അതായത് ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നീ രോഗങ്ങൾ കരൾ രോഗങ്ങൾ ഉണ്ടാകും. ഇതിനെല്ലാം വേറെ ആയിട്ട് ഉണ്ടാകുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, അതായത് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞുവിടുന്ന അവസ്ഥ. അത് ഈ പൊണ്ണത്തടി കൂടി വരുന്ന ഈ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു കരൾ രോഗമാണ്. പിന്നെ നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ലിവർ ഇഞ്ചുറി, അതായത് പ്രധാനമായും മരുന്നുകൾ കൊണ്ട് ഉണ്ടാകുന്ന കരൾ രോഗങ്ങൾ. അത് പ്രധാനമായും ക്ഷയരോഗ മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ട് വരാം. പിന്നെ ക്യാൻസർ കീമോതെറാപ്പി, അതായത് കീമോ തെറാപ്പി ഉണ്ടാകുന്ന മരുന്നുകൾ, അതുകൊണ്ട് മഞ്ഞപ്പിത്തം ഉണ്ടാകാൻ സാധ്യത. അപ്പം പ്രധാനപ്പെട്ട കരൾ രോഗങ്ങൾ, അതായത് ആൽക്കഹോളിക് ലിവർ ഡിസീസസും നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസസും ഉണ്ട്. അപ്പം ഈ ആൽക്കഹോളിക് ലിവർ ഡിസീസ്, അതായത് മദ്യപാനം മൂലം കരൾ നമുക്ക് ഉണ്ടാകുന്ന ആ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ഇത് മദ്യം കരളിനെ പല രീതിയിലാണ് ബാധിക്കുന്നത്. പ്രധാനമായും 3 സ്റ്റേജ്, അതായത് ഘട്ടങ്ങളുണ്ട് ഈ കരൾ രോഗം, മദ്യം കൊണ്ടുള്ള കരൾ രോഗങ്ങൾക്ക് സാധാരണ നമ്മൾ കാണപ്പെടുന്നത് അങ്ങനെയാണ്. അതിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. അതായത് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മുടെ ആദ്യത്തെ ഘട്ടത്തിൽ എന്ന് പറയുന്നത് ആൽക്കഹോൾ കണ്ടന്റ് കൂടുതൽ കഴിക്കുമ്പോൾ ഫാറ്റി ലിവർ, അതായത് കരളിൽ കൊഴുപ്പടിഞ്ഞുണ്ടാകുന്ന അവസ്ഥ, അതാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഉണ്ടാകുന്നതാണ് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്. അത് കുറച്ചുകൂടെ ഗുരുതരാവസ്ഥയുള്ള രോഗമാണ്. ഇത് കഴിഞ്ഞാണ് കൂടുതൽ മദ്യം കഴിച്ചുണ്ടാകുന്ന ലിവർ സിറോസിസ്, അതായത് കരളിൽ വടുക്കളുണ്ടാകുന്ന അവസ്ഥ, കരൾ ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ, അതാണ് ലിവർ സിറോസിസ്. ഇതൊരു അവസാനത്തെ ഘട്ടമാണ്. ഇത് കഴിഞ്ഞാൽ ലിവർ ക്യാൻസറിലോട്ടും ചിലപ്പോൾ അത് നീങ്ങാം. അപ്പം മദ്യപാനം മൂലം കരളിലുണ്ടാകുന്ന 3 സ്റ്റേജസ്, അതായത് ഫാറ്റി ലിവർ, ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്, അതുപോലെ തന്നെ സിറോസിസ്. അപ്പം അതിന്റെ ആദ്യത്തെ സ്റ്റേജ്, അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫാറ്റി ലിവർ ആണ്. അപ്പൊ എന്തെല്ലാം ഘടകങ്ങളാണ് നമുക്ക് ഈ ഫാറ്റി ലിവർ എന്ന ഈ ഒരു രോഗാവസ്ഥയിലേക്ക് നയിക്കപ്പെടുന്നത്? എന്തെല്ലാമാണ് അതിന്റെ പ്രധാന ലക്ഷണങ്ങൾ? അതായത് നമ്മൾ കൂടുതൽ മദ്യം കഴിക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് ഫാറ്റി ലിവറാണ്, അതായത് കരളിൽ കൊഴുപ്പടിഞ്ഞുണ്ടാകുന്ന അവസ്ഥ. അത് നമ്മൾ പ്രധാനമായും അതിന് ലക്ഷണങ്ങൾ വളരെ കുറവാണ്. ചിത്രത്തിൽ കാണുന്ന പോലെ കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുമ്പോൾ ലിവറിൽ ഫാറ്റി ലിവർ ഒരു ചെറിയ വയറുവേദന ഉണ്ടാകാം, ചെറിയൊരു മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണം ഉണ്ടാകും. പ്രധാനമായും ലക്ഷണങ്ങൾ വളരെ കുറവാണ്. പ്രധാനമായും ബ്ലഡ് ടെസ്റ്റ് വഴിയാണ് അത് തിരിച്ചറിയുന്നത്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയും, അതായത് ലിവർ LFT, SGOT, SGPT എന്നീ ബ്ലഡ് ടെസ്റ്റ് വഴി നമുക്ക് അറിയാൻ പറ്റും. അതുകൂടാതെ അൾട്രാസൗണ്ട് സ്കാൻ, അത് വയറിന്റെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ലിവറിൽ ഫാറ്റ് കൊഴുപ്പടിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെയാണ് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് തിരിച്ചറിയുന്നത്. പ്രധാനമായും രോഗലക്ഷണങ്ങൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ആൽക്കഹോൾ കഴിക്കുന്ന വ്യക്തി കൂടുതൽ കഴിക്കുന്ന വ്യക്തി ഇടയ്ക്കിടയ്ക്ക്
ബ്ലഡ് ടെസ്റ്റും പിന്നെ ഈ അൾട്രാസൗണ്ട് സ്കാനും ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റേജ് ഫാറ്റി ലിവർ പറയുകയുണ്ടായി. അടുത്ത 2 സ്റ്റേജുകളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ആരോഗ്യഭാരതത്തിന് ഇനിയൊരു ഇടവേള. വീണ്ടും സ്വാഗതം. ഇന്ന് ആരോഗ്യഭാരതത്തിൽ നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കരൾ രോഗങ്ങളെ കുറിച്ചിട്ടാണ്. നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ, ഗ്യാസ്ട്രോഎൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ ഷാനിദ് സത്താറാണ്. അപ്പോൾ ഡോക്ടർ, നമ്മൾ കരളിനെ നമ്മൾ ബാധിക്കുന്ന, മദ്യപാനം മൂലം കരളിനെ ബാധിക്കുന്ന ആദ്യത്തെ രോഗാവസ്ഥ ഫാറ്റി ലിവറിനെ കുറിച്ച്, അതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടത്. അതിന്റെ അടുത്ത ഘട്ടമായിട്ടാണ് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു രോഗാവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു ഹെപ്പറ്റൈറ്റിസിന്റെ പ്രധാന ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ചികിത്സാ രീതികൾ, അതിനെ കുറിച്ചും കൂടെ നോക്കാം. കുറെ നാൾ മദ്യം കഴിക്കുന്നവർ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നത്. അത് കുറച്ചുകൂടി ആൽക്കഹോളിക് ഫാറ്റി ലിവറിനേക്കാൾ കുറച്ചുകൂടി ഗുരുതരമായ ഒരു അവസ്ഥയാണ്. അതിന് പ്രധാനമായും കരളിൽ ഫാറ്റി ലിവർ കൂടാതെ കരൾ ഉൾപ്പടിഞ്ഞു കിടക്കുകയും പിന്നെ നീർവീക്കം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വലതുഭാഗത്ത് വേദന ഉണ്ടാകാം, മൂത്രത്തിൽ കണ്ണിൽ മഞ്ഞപ്പിത്തം ഉണ്ടാകാം. അതുകൂടാതെ ചിലപ്പോൾ പനി, ചിലപ്പോൾ വയറിൽ നീര് എന്നിവ കാണാറുണ്ട്. ഇവ പ്രധാനമായിട്ടും ഇത് എത്രയും പെട്ടെന്ന് കണ്ടെത്തി ചികിത്സിക്കണം. കാരണം അത് ഗുരുതരമായ അവസ്ഥയിലോട്ട് കരളിന് ഫെയിലർ, അതായത് ലിവറിന് തകരാറ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം രോഗികളെ അഡ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പം കരൾ രോഗങ്ങളുടെ 2 സ്റ്റേജസ് പറയുന്നുണ്ടായി. ഫാറ്റി ലിവർ പറഞ്ഞു, അതുപോലെ തന്നെ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസിന്റെ ഒരു രോഗാവസ്ഥയെ കുറിച്ച് പറഞ്ഞു. കരൾ രോഗങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും മാരകമായതും എന്നാൽ ജീവൻ തന്നെ ഭീഷണിയുമായിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ് സിറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെല്ലാം ലക്ഷണങ്ങളാണ് സിറോസിസ് ബാധിച്ച ഒരാൾ നമുക്ക് കാണാൻ സാധിക്കുക? ഇതിന്റെ ഒരു ചികിത്സാ രീതികൾ, നമുക്ക് എങ്ങനെയാണ് ഇതിനെ നമുക്ക് രോഗം ഇത് സിറോസിസ് തന്നെയാണോ നിർണ്ണയിക്കാൻ സാധിക്കുന്ന ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ സിറോസിസ് ബാധിച്ച് ഈ ഒരാൾക്ക് നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ എത്ര നാൾ സമയമെടുക്കും, അതിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ഇത് കൂടുതൽ മദ്യം കഴിക്കുന്നതുകൊണ്ട് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഉള്ള രോഗികൾ കൂടുതൽ ചാൻസ് ഉണ്ട് ലിവർ സിറോസിസ് ആകാൻ. അതായത് കരളിലെ കോശങ്ങൾ ക്രമേണ നശിച്ച് വടുക്കളായിത്തീരും. അതായത് ലിവറിന്റെ സെൽസ് ഡാമേജ് ആയി അതിന്റെ ഫംഗ്ഷൻ തീരെ കുറഞ്ഞു വന്ന് ലിവർ ഫൈബ്രോസ്, അതായത് ലിവർ ചുരുങ്ങി അവസ്ഥ വരും. ലിവറിന്റെ എല്ലാ പ്രവർത്തനങ്ങളും തകരാറിലാവും. അങ്ങനെയുള്ള രോഗികൾ പ്രധാനമായും ലക്ഷണങ്ങൾ വളരെ ചിലപ്പോൾ ആദ്യ സ്റ്റേജ് വളരെ കുറവായിരിക്കും. ക്ഷീണം എന്നൊക്കെ അവസ്ഥ എന്നിവ കാണാം. കൂടുതൽ ഗുരുതരാവസ്ഥയിലോട്ട് ചെല്ലുമ്പോൾ വയറ് മുഴുവൻ നീര് വരാം. അത് അസൈറ്റിസ്, മഹോദരം എന്ന് പറയും. കാലിൽ നീര് വരാം, പിന്നെ മൂത്രത്തിലും കണ്ണിലും മഞ്ഞപ്പിത്തം വരാം, പിന്നെ ബ്ലഡ് വൊമിറ്റ് ചെയ്ത് ബ്ലഡ് ഛർദ്ദിച്ച് വരാം, ബ്ലഡ് ഛർദ്ദിക്കാം, മലം കറുത്തു പോകാം. ഇതുകൂടാതെ ബോധക്ഷയം സംഭവിക്കും. ഇതാണ് പ്രധാനമായിട്ടും സിറോസിസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റംസ്, അതായത് ലക്ഷണങ്ങൾ. ഇത്തരം രോഗികൾ നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ട് പ്രധാനമായിട്ട് ലിവർ ടെസ്റ്റ് ചെയ്യണം. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അതാണ് അതിന്റെ ഡയഗ്നോസിസ്. അസുഖം കണ്ടുപിടിക്കുന്നത് തന്നെയാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യും. അത് ബിൽറൂബിൻ, SGOT, SGPT എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്. പിന്നെ അൾട്രാസൗണ്ട് സ്കാൻ ഉണ്ട്, ലിവറിന്റെ സ്കാൻ ചെയ്യും. പിന്നെ എൻഡോസ്കോപ്പി ടെസ്റ്റ് ഉണ്ട്, അത് വായിൽ കൂടെ ട്യൂബ് കിടത്തി നമ്മൾ ആമാശയം അന്നനാകുന്നു. അതിന്റെ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഞരമ്പുകൾ കടിച്ചു കാണും, അത് വാരിക്സ് എന്ന് പറയും. അതിനുള്ള ചികിത്സ ചെയ്യേണ്ടത്. ഇതാണ് പ്രധാനമായിട്ടും ലിവർ സിറോസിസ് ഉണ്ടാകുന്നത്. അതിന്റെ ലക്ഷണങ്ങൾ ഇതാണ്. പ്രധാനമായും തിരിച്ചറിയുന്ന ടെസ്റ്റും നമ്മൾ ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും അൾട്രാസൗണ്ട് അബ്ഡമൻ എന്നീ എൻഡോസ്കോപ്പി എന്നീ ടെസ്റ്റുകൾ ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഒരു നമുക്ക് ഈ ചികിത്സാ രീതിയാണ്, ചികിത്സ നിർണ്ണയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ആ രോഗിക്ക് കൊടുക്കേണ്ട അല്ലെങ്കിൽ ആ ഒരു മരുന്നിന്റെ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റിന്റെ രീതികൾ എങ്ങനെയൊക്കെയാണ്? അതിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്ത് ചികിത്സിക്കേണ്ട ഒരു അവസ്ഥയാണ്. അത് ഇനിഷ്യൽ സ്റ്റേജ്, പ്രാരംഭ സ്റ്റേജിൽ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉള്ള രോഗികൾക്ക് നമുക്ക് OP ട്രീറ്റ്മെന്റ് പറയും. അതായത് കിടത്തി ചികിത്സയുടെ ആവശ്യമില്ല. അതായത് പ്രധാനമായിട്ടും മദ്യം നിർത്തുക, പിന്നെ മദ്യം നിർത്താനുള്ള ഡി അഡിക്ഷൻ ചികിത്സ ചെയ്യുക, പിന്നെ ലിവറിന് നല്ല ലിവർ റീജനറേഷൻ സഹായിക്കുന്ന ഗുളികൾ കൊടുക്കുക. അതാണ് പ്രധാനമായിട്ട് ചികിത്സ. ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഉള്ള രോഗികൾക്ക് ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്തിട്ട് ചികിത്സിക്കേണ്ടതായിട്ട് വരും. അത് കൂടുതൽ ഗുരുതരാവസ്ഥയുള്ള രോഗമാണ്. അതുകൊണ്ട് അഡ്മിറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ സ്റ്റിറോയിഡ് ഉൾപ്പെടെയുള്ള മരുന്നുകൾ ആവശ്യമായിട്ട് വരും. പിന്നെ സിറോസിസ് എന്ന് പറയുന്നത് അവിടെ ലേറ്റ് സ്റ്റേജാണ്, അത് അവസാന സ്റ്റേജാണ്. അത് നമ്മുടെ രോഗികൾ മിക്കവാറും അഡ്മിറ്റ് ചെയ്തിട്ട് ചികിത്സിക്കേണ്ടി വരും. ചിലപ്പോൾ വയറ്റിൽ വെള്ളം നീരുണ്ടാവും, അപ്പോൾ വയറ്റിൽ നിന്ന് വെള്ളം കുത്തിയെടുത്ത് ചികിത്സിക്കേണ്ടി വരും. വെള്ളം വറ്റാനുള്ള മരുന്നുകൾ, ഡയോട്ടിക്സ് പറയുന്നത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം ഈ കരളിന് നമ്മൾ ഈ വടുക്കൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് സിറോസിസ് എന്ന് പറയുന്നുണ്ടായി. അപ്പൊ എത്ര നാൾ അതിനൊരു ടൈം പീരീഡ് ഉണ്ടോ? നമുക്ക് ഒരു പൂർണ്ണ സംരക്ഷിതമായിട്ട് എടുക്കാനായിട്ട് എത്ര ടൈം എടുക്കും? സിറോസിസ് ഒരു പ്രാവശ്യം വന്നാൽ അത് പിന്നെ പൂർണ്ണമായിട്ട് നോർമലായിട്ട് വരാൻ വളരെ സാധ്യത കുറവാണ്. കാരണം കരൾ കോശങ്ങൾ ക്രമേണ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഒരു ടോക്സിക്കാണ്. അതായത്
ഇത് വിഷാംശമാണ്. അത് നമ്മുടെ ശരീരത്തിൽ വിഷം അല്ലാതാക്കുന്ന പ്രവർത്തനം ചെയ്യുന്ന കരലാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആ പ്രവർത്തന രീതിയിൽ കുറെ ടോക്സിക് മെറ്റബോളൈറ്റ്സ് ഉണ്ടാകും. അത് കരളിനെ കേടായി ബാധിക്കുകയും കരളിലെ കോശങ്ങൾ നശിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള നശിപ്പിയ കോശങ്ങൾ പിന്നെ പുതുതായിട്ട് വരത്തില്ല. അപ്പൊ സിറോസ് ഒരു പ്രാവശ്യം വന്നാൽ പൂർണ്ണമായിട്ടും നോർമൽ കരൾ അതിനെ കൺട്രോൾ ചെയ്യാനും പറ്റും. പിന്നെ ഇങ്ങനെയുള്ള രോഗികൾക്ക് കുറച്ചാണ് കൂടുതൽ പ്രശ്നം കോംപ്ലിക്കേഷൻസ്, അതായത് വെള്ളക്കെട്ട്, രക്തസർദിക്കുക എന്നീ അസുഖങ്ങൾ വരുമ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, അതായത് കരൾ മാറ്റി ശസ്ത്രക്രിയയുണ്ട്. അത് ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. ഇപ്പൊ അവൈലബിൾ ആയിട്ടില്ല. അത് ഞങ്ങളുടെ പ്രാരംഭ ദിശയിലാണ്. കരൾ രോഗങ്ങൾക്ക് നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ട്, അതായത് ആൽക്കഹോളിക് ലിവർ ഡിസീസസും അതേപോലെ തന്നെ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ആൽക്കഹോളിക് ലിവർ ഡിസീസിന്റെ 3 സ്റ്റേജസ് ആണ് സാർ പറയുന്നത്. ഫാറ്റി ലിവർ, ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്, അതുപോലെ തന്നെ സിറോസിസ്. അപ്പൊ അതിന്റെ അടുത്ത വർഷം എന്ന് പറയുന്നത് നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസസ് ആണ്. അതിനകത്ത് നമുക്ക് ഏതെല്ലാം ഉൾപ്പെടുത്താൻ സാധിക്കും? പ്രധാനമായും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയും. അതായത് നമ്മുടെ ഈ ഒബീസിറ്റി, പൊണ്ണത്തടി നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അത് ഈ ജീവിതശൈലി ഉണ്ടാകുന്ന വ്യത്യാസം ഉണ്ടാകുന്നു. ഇങ്ങനെ പൊണ്ണത്തടിയുള്ള രോഗികൾക്ക് ഡയബറ്റീസ്, പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, രക്തസമ്മർദ്ദം, പിന്നെ അമിത കൊഴുപ്പ് എന്നിവ കൂടുതൽ കാണപ്പെടുന്നു. ഇങ്ങനെയുള്ള രോഗികൾക്ക് കരളിൽ കൂടുതൽ കൊഴുപ്പടിഞ്ഞു കൂടുകയും അത് ക്രമേണ നോൺ ആൽക്കഹോളിക് സ്റ്റേറ്റ് ഓഫ് ഹെപ്പറ്റൈറ്റിസ്, ചിലപ്പോൾ വളരെ വിരളമായി സിറോസിന് കാരണമായി ഭവിച്ചേക്കാം. ഇത് വളരെ കുറവാണ്, എന്നാൽ നമ്മുടെ സമൂഹത്തിൽ അത് കാണപ്പെടുന്നു കൂടുതലായിട്ട്. ഇത് കൂടുതലും ഈ ജീവിതശൈലിയിലുള്ള വ്യത്യാസം മൂലം അത് കൂടി വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം നോൺ ആൽക്കഹോളിക് ഡിസീസസിനെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പം അതുപോലെ തന്നെ മുമ്പേ സംസാരിക്കുന്നത് നമ്മുടെ ഈ സിറോസിസിന്റെ അടുത്തൊരു ഘട്ടമാണ് അസൈറ്റിസ്, മഹോദരത്തിന്റെ ഒരു അവസ്ഥയെ കുറിച്ച് സംസാരിച്ചത്. അപ്പൊ എന്താണ് അസൈറ്റിസ് അല്ലെങ്കിൽ മഹോദരം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഒരു രോഗാവസ്ഥ, രോഗം നിർണ്ണയിക്കുന്ന രീതി എന്നാണ് സംസാരിക്കുന്നത്. പ്രധാനപ്പെട്ട ചോദ്യം. അതായത് നമ്മുടെ ശരീരത്തിൽ വയറിനകത്ത് വെള്ളം കെട്ടിക്കിടുന്ന അവസ്ഥയാണ് മഹോദരം, അസൈറ്റിസ് എന്ന് പറയുന്നത്. അതുകൂടാതെ ശരീരം മുഴുവൻ നീര്, കാലിലെ നീര് എന്നിവ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള രോഗികൾ വീർത്തു വരികയും വയറിനകത്ത് വേദന, പിന്നെ ശ്വാസം മുട്ടൽ എന്നിവ അനുഭവപ്പെടുകയും ചെയ്യാം. അങ്ങനെ അത്തരം രോഗികളെ അഡ്മിറ്റ് ചെയ്തിട്ട് നമ്മുടെ വയറ്റിൽ നിന്ന് വെള്ളം കുത്തിയെടുത്ത് പരിശോധിക്കുകയും പിന്നെ അതിന്റെ ചികിത്സയ്ക്ക് വെള്ളം കുത്തിയെടുത്ത് കളയുകയും ചെയ്യും. പിന്നെ വെള്ളം വറ്റാനുള്ള ഗുളികകൾ ലഭ്യമാണ്. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ നമ്മുടെ സിറോസിസ് നമ്മുടെ കരളിനെ അർബുദത്തിന് അല്ലെങ്കിൽ ലിവർ ക്യാൻസറിന് ലീഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. എന്താണ് നമ്മുടെ കരളിലെ അർബുദം അല്ലെങ്കിൽ ഈ ഒരു ലിവർ ക്യാൻസർ എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്? കൂടുതൽ സിറോസുള്ള രോഗികൾക്ക് കരളിലെ കോശങ്ങൾ നശിക്കുകയും പുതിയ ലിവർ ഫൈബ്രസ് ടിഷ്യൂ വരികയും ചെയ്യും. ഇങ്ങനത്തെ റീഅപ്പറേഷൻ സമയത്ത് കൂടുതൽ ലിവർ ക്യാൻസർ സെൽസ് വരികയും അങ്ങനെ ഒരു ട്യൂമർ ഉണ്ടാകുകയും ചെയ്യും. അതാണ് ലിവറിലുണ്ടാകുന്ന അർബുദം, ലിവർ ക്യാൻസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ കരൾ സിറോസുള്ള ആൾക്കാർക്ക് ഈ ലിവർ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള ലിവർ സിറോസുള്ള ആൾക്കാർ 6 മാസം കൂടുമ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കണം. കാരണം ആരംഭ ദിശയിൽ തന്നെ ലിവർ കരളിന്റെ അർബുദം കണ്ടെത്തിയാൽ നമുക്ക് ഉടനെ വലുപ്പമായ ചികിത്സ ലഭ്യമാണ്. പക്ഷെ ഒരു അവസാന സ്റ്റേജിൽ നമുക്ക് ക്യാൻസർ കണ്ടെത്തിയാൽ വളരെ വലുപ്പമായ ചികിത്സയില്ല, നമുക്ക് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇനിഷ്യൽ സ്റ്റേജിൽ കണ്ടെത്തുക വളരെ പ്രധാനമാണ്. അതുകൊണ്ട് സിറോസുള്ള രോഗികൾ 6 മാസം കൂടുമ്പോൾ സ്കാൻ, ലിവറിന്റെ സ്കാൻ ചെയ്ത് നോക്കും. ഓക്കെ. അപ്പൊ നമ്മൾ മദ്യപാനം മൂലം നമ്മുടെ ശരീരത്തിനെ നമ്മുടെ കരൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക അവയവത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട്, അപ്പോൾ ഈ മദ്യപാനം ഇന്ന് ദൂഷ്യമാകുന്ന നമ്മുടെ ശരീരത്തിലെ മറ്റ് അവയവങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. നമ്മുടെ ഗ്യാസ്ട്രോഎൻട്രോളജി വിഭാഗത്തിൽ കൂടുതലും കരളിലാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്. പിന്നെ പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയുണ്ട്. അത് നമ്മുടെ ഇൻസുലിനൊക്കെ ഉത്പാദിപ്പിക്കുന്ന, അതുപോലെ ഹോർമോൺസ് ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ്. ഈ മദ്യപാനം കൂടുതൽ നാൾ കഴിക്കുന്നതുകൊണ്ട് ഈ പാൻക്രിയാസിന് വീക്കമുണ്ട്. അത് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയും. ആക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ്, ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് എന്നിവ കാണാറുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വയറുവേദന, ഛർദിൽ എന്നീ ഡയബറ്റീസ് എന്നീ രോഗങ്ങൾ എന്നീ അസുഖങ്ങളായിട്ടാണ് വരുന്നത്. പിന്നെ അതുകൂടാതെ ആമാശയത്തിലെ ക്യാൻസർ, അത് സ്റ്റൊമക് ക്യാൻസർ, ഇതിനും ആൾക്കാർ കൂടുതൽ മദ്യം കഴിക്കുന്നതുകൊണ്ട് കാരണമാകാറുണ്ട്. ഇത് കൂടാതെ നമ്മുടെ ബ്രെയിനെ തലച്ചോറിനെ ബാധിക്കുന്നത് ഓർമ്മക്കേട്, സൈക്കോസിസ്, വിഭ്രാന്തി എന്നിവ കാണാറുണ്ട്. പിന്നെ ഞരമ്പിനെ ബാധിക്കുന്ന ന്യൂറോപ്പതി എന്ന് പറയും, ഞരമ്പ് പെരിപ്പ് എന്നിവ കാണാറുണ്ട്. പിന്നെ ഹൃദയത്തിനെയും മദ്യപാനം ബാധിക്കുന്നു. ഹൃദയം കാര്യമായി ചെയ്യുന്നുണ്ട്. അത് ഹൃദയത്തിന്റെ പ്രവർത്തനം പമ്പിങ് വളരെ കുറവായിട്ട് ഹാർട്ട് ഫെയിലർ, അതായത് ഹൃദയത്തിന്റെ ഒരു സ്തംഭനം ഒരു കാരണമാണ്.
ഓക്കെ. അപ്പം ശരീരത്തിലെ മറ്റു അവയവങ്ങൾ നമ്മൾ മദ്യപാനം ഏതെല്ലാം രീതിയിലാണ് തകരാറിലാക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ മഹോദരം സാർ അതുപോലെ തന്നെ കരളിലെ അർബുദത്തെ കുറിച്ച് സംസാരിച്ചു. കരൾ വീക്കം എന്നാണ് എന്താണ്, അപ്പൊ അതിന്റെ ഒരു നമുക്ക് എന്തെല്ലാമാണ് പ്രധാന ലക്ഷണങ്ങൾ, അതിലെ ചികിത്സാ രീതികൾ, അതിനെ കുറിച്ചൊന്ന് വ്യക്തമാക്കാമോ? കരൾ വീക്കം എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് പേര്. അത് കരളിൽ നീർവീക്കം ഉണ്ടാകുന്ന അവസ്ഥയാണ് കരൾ വീക്കം. നേരത്തെ പറഞ്ഞ പോലെ മദ്യപാനം മുതൽ കരൾ വീക്കം ഉണ്ടാകും, ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. നമ്മുടെ കൂടുതൽ കാണുന്നത് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസും പിന്നെ വൈറൽ ഹെപ്പറ്റൈറ്റിസും. അത് നേരത്തെ ഒരു വൈറസ് മൂലം ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ്. അത് ഹെപ്പറ്റൈറ്റിസ് എ ഇ എന്ന് പറയുന്നത് കൂടുതൽ ജലജന്യ രോഗങ്ങൾ, അതായത് ആഹാരത്തിലൂടെയും കൂടെയും പകരുന്നത്. അത് ഹെപ്പറ്റൈറ്റിസ് എ അത് 1-2 മാസം ഒരു ചെറിയ മഞ്ഞപ്പിത്തമുണ്ട്, ആ വയറുവേദന കാണാറുണ്ട്. സെൽഫ് ലിമിറ്റിംഗ് അത് ഒരു 1-2 മാസം തനിയെ മാറുന്നതാണ്. ഈ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ആൾക്കാർ കൂടുതൽ പച്ചമരുന്ന് ചികിത്സയ്ക്ക് പോകാറുണ്ട്. പക്ഷെ അത് കൂടുതൽ പ്രശ്നമായിട്ടാണ് കാണുന്നത്. അത്തരം ചികിത്സയിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. സാധാരണ 1-2 മാസം കൊണ്ട് അത് കറക്റ്റായിട്ട് സബ്സിഡി ചെയ്യുന്നതാണ്. മഞ്ഞപ്പിത്തം കുറഞ്ഞിട്ട് നോർമലായിട്ട് വരിക. ഇതുകൂടാതെ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി ഉണ്ട്. അത് രക്തം വഴിയാണ് പകരുന്നത്. ഇഞ്ചക്ഷൻ, രക്തം അടയ്ക്കുന്ന വഴി, പിന്നെ ഓപ്പറേഷൻ വഴി പകരാറുണ്ട്. പിന്നെ അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ട് അങ്ങനെ പകരാറുണ്ട്. ഇത്തരം കരൾ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് അത് ദീർഘകാലം അത് വൈറസ് നമ്മുടെ ശരീരത്തിൽ കരൾ നിൽക്കാറുണ്ട്. അങ്ങനെയുള്ള രോഗികൾക്ക് സിറോസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ബ്ലഡ് ടെസ്റ്റ് വഴിയാണ് നമ്മൾ അറിയുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് ഹെപ്പറ്റൈറ്റിസ് സി ടെസ്റ്റ് ഉണ്ട്, ബ്ലഡിൽ അറിയാൻ ചെയ്യുന്നു. ആന്റിബോഡി ടെസ്റ്റ് ഉണ്ട്. പിന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഉണ്ട്, നേരത്തെ പറയാം ബിലോബിൻ, LFT, SGOT, SGPT എന്ന ടെസ്റ്റ് ഉണ്ട്. പിന്നെ സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാം.